ടാറ്റ ഹാരിയറിൻ്റെ ഫേസ് ലിഫ്റ്റ് ആയിട്ടൊരു ഡ്രൈവർ പൂശാലോ. ഇതാട്ടാ ഇതിൻ്റെ ചാവി. നമുക്ക് ഇതിലൊരു വെൽക്കം നോട്ടും ഗുഡ് ബൈ നോട്ടൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കണ്ട ക്ലോസിങ് നോട്ടാണ്. ഇനി വെൽക്കം നോട്ട് ഇതാണ്. കീ ഓൺ ആക്കുമ്പോൾ അടിപൊളിയായിട്ടില്ലേ? ഇത് രാത്രി ആട്ടോ ഒന്നും കൂടി ഇരുട്ടായിട്ട് നോക്കുമ്പോഴാണ് കിട്ടില്ല സെറ്റപ്പ് ആവുള്ളൂ. ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. ഗിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ലക്ഷറി കാറിൻ്റെ അകത്ത് ഇരിക്കണ പോലെയാണ് ഇതിൻ്റെ ഗിയർ സംവിധാനം. നമ്മളിപ്പോൾ റിവേഴ്സാണ് ഇട്ടേക്കുന്നത്. കാണിച്ചു തരാം. റിവേഴ്സ് കണ്ട വ്യൂ എക്സ്പീരിയൻസ് അടിപൊളിയല്ലേ? 360 ഡിഗ്രി ക്യാമറ ഇങ്ങനെ ഓണാക്കാം ഓഫാക്കാട്ടാ. നമുക്ക് 3D ആക്കി ഇട്ട് വെക്കാം. ഇതാണ് വാഹനത്തിൻ്റെ 3D ആയിട്ട്. ഫുള്ള് വാഹനങ്ങളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ വാഹനം റിവേഴ്സ് എടുക്കണത്. എങ്ങനെയുണ്ട് അവസ്ഥ നോക്കാം. വെറുതെ ഒന്ന് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ആവില്ല. ഗിയർ നോബിൻ്റെ ഫ്രണ്ടിൽ സ്വിച്ചിൻ്റെ ഞെക്കിയിട്ട് റിവേഴ്സ് ഇട്ടാലേ ആവുള്ളൂ. കണ്ട ആവുള്ളൂ. ഇപ്പോൾ റിവേഴ്സായി. ഇനി നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനും പോകുന്നുണ്ട്. നമ്മുടെ സ്റ്റിയറിങ്ങിനനുസരിച്ചുള്ള ഒരു ലൈനും വേറെ പാസ് ചെയ്യുന്നുണ്ട്. അവിടെ അലർട്ട് ചെയ്ത് തരുന്നുണ്ട് സെൻസർ. കണ്ട എന്തോരം ബാക്കിലേക്ക് ഇനി പോകാം. ചുമപ്പാവും തോറും തീരെ പോകാൻ പാടില്ല എന്നാണ് വാഹനം നമുക്ക് പറഞ്ഞിരുന്നത്. ഏത് ലേഡീസിനായാലും വാഹനം ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാർക്കായാലും സിമ്പിളായിട്ട് അനായാസം ഇത് ഓടിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ്. കണ്ടപ്പോൾ ഇടിക്കാറായി എന്നാണ് ഈ വാഹനം അലർട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കൊരു ഡ്രൈവ് അങ്ങോട്ട് പോയിച്ചാലോ. വാഹനം മെയിനായിട്ട് 4 വേരിയൻറ്റുകളായിട്ട് വരണേ. നമ്മുടെ സ്മാർട്ട്, പ്യുവർ, അഡ്വഞ്ചർ, അതുപോലെ തന്നെ ഫിയർലെസ് എന്ന് പറഞ്ഞിട്ട്. ഇതിലെല്ലാം നമ്മുടെ സൺറൂഫ് ഓപ്ഷൻസും ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉള്ള വേറൊരു ഓപ്ഷൻസും കൂടെ നമുക്ക് ഇടയിൽ കാണാൻ സാധിക്കും. എൻ്റെ മോനെ ചെക്കൻ്റെ പവർ നോക്കിയ കാലങ്ങോട്ട് കൊടുത്തു പോകുമ്പോൾ അതുമാത്രമല്ല, നമ്മുടെ ടോർക്ക് കൺവെർട്ടറിൻ്റെ ആ ഗിയർ ബോക്സിൻ്റെ ആ ഒരു ഗുണം കൂടെ പറയാതിരിക്കാൻ വയ്യാട്ടാ. ലൈൻ ചേഞ്ച് വരുമ്പോൾ ഇവിടെ കാണിച്ചു കണ്ട പിടച്ചിട്ടുണ്ടല്ലേ. അഡാസിൻ്റെ എല്ലാവിധ സേഫ്റ്റി പ്രിക്കോഷൻസും നമുക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഓരോ ലൈൻ ചേഞ്ച് കാണിക്കുമ്പോഴായാലും അതുപോലെ ആൻറ്റി കൊളിഷൻ കണ്ട വാണിങ് കാര്യങ്ങൾ, ടയർ പ്രഷർ, ഇതെല്ലാം സേഫ്റ്റി പരമായിട്ടും നമ്മുടെ വാഹനം മുൻപന്തിയിൽ തന്നെ ഇരിക്കണേ. ഇനി നമുക്കൊന്ന് അകത്ത് കയറിയിട്ടേ ഇൻറ്റീരിയർ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഏതൊക്കെയാണ്. സ്റ്റിയറിംഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ്. ഫിസിക്കലായിട്ടും ഒരു ഡിജിറ്റലായുള്ള ഒരു ക്ലസ്റ്ററാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മുടെ ഡ്രൈവ് മോഡ് കണ്ട ക്ലസ്റ്ററിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ് വെറ്റ്, ഇത് നമ്മളെ വെറ്റ് കണ്ടീഷൻസിൽ റോഡൊക്കെ, പിന്നെ റഫ് റോഡ്, പിന്നെ സ്പോർട്സ്, എക്കോണമി, ഹിൽ ഡിസെൻറ്റ്, ആ കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാഹനത്തിൻ്റെ ക്ലസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ സിനിമാറ്റിക് സ്ക്രീനും കൂടെ ആട്ടാ. കാരണം എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റിയാണ്. ഇതാണ് ഹിൽ ഡിസെൻറ്റ് ഓഫ് ചെയ്തിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളും. എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ? ഇനി നമുക്കൊരു ഗിയറൊക്കെ ഒന്ന് ഇട്ട് ഒരു പിടി പിടിച്ച് നോക്കിയാലോ. വാഹനം 3 ഡ്രൈവ് മോഡുകളിൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തി. ഇപ്പം നമ്മുടെ സ്ക്രീനിൽ കണ്ട സിനിമാറ്റിക് സ്ക്രീനിൽ 360 ഡിഗ്രിയുടെ ക്യാമറകൾ ഓൺ ആക്കി വെച്ചിട്ടാണ് പോകുന്നത്. വാഹനം അല്പം സ്പീഡാക്കി തന്നെ ബാക്ക് ക്യാമറയ്ക്ക് ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും, ഷിഫ്റ്റ് ആവും. അത് ആവശ്യമുണ്ടെങ്കിൽ ഓൺ ആക്കിയിട്ടാൽ മതി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്യാമറ കട്ടായി. ഇത്രയും വലിയ വാഹനമാണ് നമ്മൾ ഓടിച്ചു കൊണ്ട് കൊടുക്കണമെന്നുള്ള യാതൊരു ടെൻഷനും നമുക്ക് അടിക്കേണ്ട കാര്യമില്ല. ചെറിയ വഴികളിലൂടെയും സിമ്പിളായിട്ട് കട്ട് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇവൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരു വോൾവോ എഫക്റ്റാണ് നമുക്ക് തരുന്നത്. ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും അത്രയും നല്ല ക്വാളിറ്റി ഇൻറ്റീരിയറിലും കൂടെ തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിന് പോലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ക്വാളിറ്റിയിൽ ഐറ്റംസ് കൊടുക്കുന്നില്ല കേട്ടോ. വാഹനത്തിൻ്റെ എന്താ പറയുക, എൻജിൻ സ്പെക്കായാലും അതേപോലെ ലക്ഷറി ഐറ്റംസുള്ള എല്ലാ കാര്യങ്ങളിലും പക്കാ നീറ്റായിട്ട് തന്നെയാണ് കമ്പനി നോക്കിയിട്ട് ചെയ്തേക്കണേ. ഹൈ സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് പിടിച്ചാലും അകത്തിരിക്കുന്നവർക്ക് യാതൊരു രീതിക്കുള്ള എന്താ പറയുക ബുദ്ധിമുട്ട് വാഹനം തരുന്നില്ല കേട്ടോ. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കണ്ട ഇപ്പോൾ റൈറ്റിലത്തെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് അത് ആ രീതിക്കും കൂടെ വാഹനം അടിപൊളിയായിട്ട് അകത്തിരുന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്ററിലുള്ള ഇലൂമിനേറ്റർ ലോഗോ എങ്ങനെയുണ്ട് ടാറ്റയുടെ പൊളിച്ചിട്ടില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 35 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാറ്റ പൊളിയല്ലേ, അടിപൊളിയല്ലേ. സ്പോർട്സിലിട്ടൊരു പിടി പിടിച്ചാണ്ടല്ലോ ഹൈവേയിൽ ഒരു രക്ഷയിലാട്ടോ. വണ്ടി അങ്ങ് പ്ലെയിൻ പോണ പോലെ പെട്ടെത്തിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ വാഹനം കൊണ്ടൊരു ഡ്രൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. 14 മുതൽ 16 വരെയാണ് ഇവൻ്റെ മൈലേജ് ക്ലെയിമായിട്ട് നമുക്ക് ഓൺ ദ റോഡ് ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇത് എക്കോണമി ഡ്രൈവ് മോഡിൻ്റെ മൈലേജ് ആട്ടോ ഞാനിപ്പോൾ ക്ലെയിമാക്കി കാണിച്ചത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇപ്പോൾ നമ്മളൊരു ചെറിയ ഗട്ട് റോട്ടിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതെ, ക്യാമറ ഓൺ ആക്കുമ്പോൾ ബാക്ക് വിഷനാണ് നമുക്ക് കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടി ബാക്കിൽ വണ്ടികൾ വരുന്നുണ്ടോ, കൊളീഷൻ വാണിങ്, എല്ലാ കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആട്ടാ. ഞാൻ ആരെങ്കിലും ബാക്കിൽ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടിച്ചിട്ട് ഞങ്ങളല്ല എന്ന് പറഞ്ഞാലും നമുക്ക് സ്ക്രീനിൻ്റെ തെളിവടക്കം വരുന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡിങ് അവൈലബിൾ അല്ല, പക്ഷേ നമുക്ക് അകത്തിരുന്ന് തന്നെ കാണും. പിന്നെ അത് അലർട്ട് ചെയ്ത് സൗണ്ടും ഉണ്ടാക്കും അടുത്തേക്ക് ഒരു വാഹനം വരുമ്പോൾ. അടിപൊളിയല്ലേ? നമ്മൾ ഒരു വിരലുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അത് മാത്രമല്ല, താഴ്വശം സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലാറ്റും കൂടിയാണ്.
അപ്പോൾ എത്ര എന്താ പറയുക തടിയുള്ള ആൾക്കാർക്കും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ലേഡീസിനും ഒത്തിരി കംഫർട്ടബിളാണ് ഈ ഒരു വാഹനം. എന്താണെന്ന് വെച്ചാൽ ഇതിലെ സേഫ്റ്റി ഫീച്ചേഴ്സും പ്രിക്കോഷൻസ് എല്ലാം കൂട്ടിയിട്ടാണ് ഏറ്റവും പുതിയ ടാറ്റ ഹാരിയർ ഇറക്കിയേക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ലൊരു ക്വാളിറ്റി തന്നെ ഫീൽ ആകുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിങ് അഡ്ജസ്റ്റബിൾ ആട്ടോ, അപ്പോൾ ഹൈറ്റിനനുസരിച്ച് ആ രീതിക്കും സെറ്റാക്കാൻ പറ്റും. വെന്റിലേറ്റഡ് സീറ്റുകളുണ്ട്. നട്ടുച്ചയ്ക്ക് പോവുകയാണെങ്കിലും യാതൊരുവിധ ചൂട് നമ്മുടെ ശരീരത്തിനും എഫക്റ്റ് ആവുന്നില്ല. 195 km/h ആട്ടോ ഇവൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കയറ്റാം. നമ്മുടെ ഈ റോഡുകളിലൊന്നും അറിയാലോ, ഇത്രയും ട്രാഫിക്കുള്ള റോട്ടിലൊന്നും നമുക്ക് അത്ര പടച്ചൊന്നും പോകാൻ പറ്റില്ല. എന്നാലും നല്ലൊരു ഒഴുകി പോകുന്നൊരു ഫീലാണ് വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് അതെ നല്ല കംഫർട്ടബിളാണ്. 4 വീലും ഡിസ്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ആവുന്നുണ്ട്. 15 ലക്ഷം മുതൽ 35 ലക്ഷം വരെയാണ് ചെക്കൻ്റെ പ്രൈസിങ് വരുന്നത്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും ഓരോ വേരിയൻസ് എടുക്കുന്നതിനനുസരിച്ചിട്ടാ. അപ്പോൾ നമുക്കൊന്ന് ഇത്തിരി സ്പീഡിൽ ഡ്രൈവിങ് ചെയ്ത് നോക്കിയാലോ. 2850 mm ആട്ടവൻ്റെ ടോട്ടൽ വീൽ ബേസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ആ ഒരു വീൽ ബേസിൽ ഇത്രയും വലിയ വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് യാതൊരു എന്താ പറയുക ബോഡി റോളും കാര്യങ്ങളും ഫീൽ ആവുന്നില്ല. ഇനി അത്യാവശ്യം വലിയ സ്പീഡിലൊക്കെ പോകുമ്പോൾ ചെറിയ രീതിക്കൊക്കെ അനുഭവപ്പെട്ടെങ്കിൽ അനുഭവപ്പെടാം. അതുമാത്രമല്ല ഒരു ഹൈലൈറ്റ് ആയിട്ടൊരു കാര്യം പറയട്ടെ, ഈ വാഹനത്തിൻ്റെ അകത്ത് മൂഡ് ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് രാത്രി ആകുമ്പോഴാണ് കാണാനായിട്ട് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഒരു റോസ് കളറിലാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അത് നമ്മുടെ സൺറൂഫിൻ്റെ ചുറ്റിലും അകത്തേക്കൂടെ പോകുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ മൊത്തം ഒരു ബ്ലാക്ക് സ്റ്റോണിലായിട്ടാണ് വന്നേക്കുന്നത്. ലക്ഷറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ വേണ്ട എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഹോണും അതെ, ആ ഇലുമിനേറ്റഡ് ലോഗോൻ്റെ ഒരു താഴെ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് കണ്ട ആ ഒരു ക്ലാഡിങ്ങിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഹോൺ അടിക്കുക. ഇനി വാഹനത്തിൻ്റെ സേഫ്റ്റി ഐറ്റംസ് എന്തെല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് നോക്കിയാലോ. റോൾ ഓവർ മിറ്റിഗേഷൻ, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, ആഫ്റ്റർ ഇമ്പാക്റ്റ് ബ്രേക്കിംഗ്, പാനിക് ബ്രേക്ക് അലർട്ട്, പെരിമെട്രിക് അലാറം സിസ്റ്റം, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്, അങ്ങനെ എക്സെട്ര ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസും കൂടെ കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല കണ്ട ഇപ്പം നമ്മളൊരു റെയിൽവേ ക്രോസിൻ്റെ ആ ഒരു ക്രോസ് ചെയ്തിട്ടാണ് വന്നത്. ഒന്നും ഉള്ളിലേക്ക് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ഉള്ളിലേക്ക് അറിഞ്ഞില്ല. ഒരു വോൾവോൻ്റെ അകത്തിരുന്ന് പോകുന്നൊരു കുലുക്കം മാത്രം ചെറിയ രീതിക്ക്. അത് ഈ വാഹനം ഓടിച്ചു നോക്കിയാൽ തന്നെ മാത്രമേ നമുക്ക് പറയാൻ പാടുള്ളൂ. ഈവൻ ഞാനൊരു വാഹനത്തിൻ്റെ പേര് പറയുന്നത് ഒരു 50 ലക്ഷം രൂപയുടെ മുകളിൽ പോകുന്ന ഈ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെഹിക്കിൾ ഓടിച്ചു നോക്കിയാലും നമുക്ക് ഇത്രയും കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റില്ല കേട്ടാ. അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹാരിയർ പൊളിയല്ലേ, അടിപൊളിയല്ലേ. നമ്മുടെ MLA റോഡോട്ട് തൃശ്ശൂരിലുള്ള MLA റോഡിലൂടെയാണ് നമ്മൾ പടച്ച മിന്നി പോയിക്കൊണ്ടിരിക്കണേ. പടച്ച മിന്നാന്ന് വെച്ചാൽ കാണാം, നിങ്ങൾക്ക് കാണാം ക്ലസ്റ്ററിൽ ഒരു 56-57. ഇനി ഓവർടേക്ക് ചെയ്യേണ്ട കാര്യത്തിൽ ആരും പേടിക്കണ്ടടാ, ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ ചവിട്ടി കൊടുത്താൽ മതി. ഇനി അത് മാത്രമല്ല ഒരു സ്പോർട്സ് ഡ്രൈവ് മോഡും കൂടെ ഇട്ടുണ്ടല്ലോ, എൻ്റെ മോനെ മിന്നിച്ചങ്ങ് പോകും. ടയറിൽ എയർ കുറവാണെന്നാണ് നമ്മുടെ വാഹനം എഴുതി കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു ആണി പോലത്തെ ഒരു സിമ്പിൾ നിൽക്കുന്നുണ്ട്. ഒരു ടയറിൽ എയർ കുറവാട്ടാ. പിന്നെ ഓവർടേക്ക് ചെയ്തപ്പോൾ ലൈൻ ചേഞ്ച് കാണിച്ചു, ആ ഒരു ഇഷ്യൂ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇപ്പോൾ കാണിക്കൂട്ടാ, ഇല്ല കാണിച്ചില്ല കണ്ട. അത് ചില സമയത്ത് കാണിക്കുള്ളൂ. അല്ല അതിൻ്റെ ഫുൾ അപ്പുറത്തേക്ക് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് വാഹനം ഡിറ്റക്ട് ചെയ്ത് പറയാം. ഫ്രണ്ടിലത്തെ റഡാർ സിസ്റ്റമൊക്കെ എങ്ങനെയുണ്ട്. നമ്മളങ്ങനെ വലിയ റോഡ് എത്താറായി. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഉണ്ട് സ്ക്രീനിൽ കണ്ട. റൈറ്റിലത്തെ ഇൻഡിക്കേറ്റർ എന്തെല്ലാം വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ ഇൻഡിക്കേറ്റർ നമ്മൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് ക്യാമറ, ആ മിററിൻ്റെ താഴത്തെ ക്യാമറ ഓൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും ഉപകാരമായിട്ട് ഈ ഒരു ക്യാമറ. എന്ന് വെച്ചാൽ ബ്ലൈൻഡ് സ്പോട്ടിലുള്ള എന്തെല്ലാം വണ്ടികളൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ള രീതിക്കും ആ ഒരു സൈഡിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാന്ന് വെച്ചാൽ അങ്ങനെ. അപ്പോൾ വണ്ടി ഇങ്ങനെയുണ്ട്, നമ്മളെ കണ്ട വണ്ടി പാസ് ചെയ്ത് പോകണ കണ്ട, അടിപൊളിയായിട്ടില്ലേ. ടാറ്റ ഹാരിയർ ചെമ്പട്ട വണ്ടിയായിട്ടുണ്ട് കേട്ടോ. അവിടെ സെയിൽസിൻ്റെ ഭാഗമായിട്ട് താഴെ ഞാൻ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നമ്മുടെ തൃശ്ശൂരുള്ള ഹൈസൺ മോട്ടോഴ്സിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാക്സിമം ഓഫേഴ്സൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ സൺറൂഫ്, പനോരമിക് സൺറൂഫ്. ജില്ല് പോലെ ഓപ്പൺ ആവണമൊക്കെ. ഇത് നമ്മുടെ വോയിസ് കമാൻഡ്സ് കൊടുത്തിട്ടായാലും ഓപ്പൺ ആക്കാനൊക്കെ പറ്റും കേട്ടോ. നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം. നമ്മുടെ നാട്ടിലെ പൊടി അധികം ആയതുകൊണ്ട് അത് ഓപ്പൺ ചെയ്ത് വെക്കണതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇനി ബാക്കിലത്തെ സീറ്റിൻ്റെ കംഫർട്ടൊക്കെ ഒരു രാജകീയമായിട്ട് ഇരിക്കാൻ പറ്റും. നമ്മുടെ ഹെഡ് റെസ്റ്റൊക്കെ നോക്കിയാൽ പൊളിയായിട്ടില്ലേ. സെൻറ്ററിലൊരു കപ്പ് ഹോൾഡേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൺറൂഫ് ക്ലോസ് ആയി. പിന്നെ നോർമലായിട്ടുള്ള വാഹനത്തിൽ വരുന്ന എല്ലാ ഐറ്റംസും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇലക്ട്രിക്കൽ ക്ലോസബിൾ മിറേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2000 cc ക്രയോടെക് ടർബോ ചാർജഡ് എഞ്ചിനാണ് വരുന്നത്. അത് മാത്രമല്ല 167 bhp പവറും അതുപോലെ 350 Nm ടോർക്കാണ് ചക്കം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ മോനെ കില്ലാടി പവർ. പിന്നെ അത് മാത്രമല്ല ഒരു കിടൽ സാധനം കാണിച്ചാട്ടാ. ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ഉണ്ടല്ലോ, ഒരു സ്വിച്ചിനൊക്കെ തന്നെ ഓപ്പൺ ആവും. അതൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കലായിട്ടുണ്ട് ഫുള്ള്. അതൊരു സ്വിച്ചിനൊക്കെ ക്ലോസ് ആവും ചെയ്യും കേട്ടോ.
445 ലിറ്റർ സ്പേസ് ബൂട്ട് സ്പേസ് വരുന്നത്. അത് മാത്രമല്ല ഇവിടെ കിടിലൻ ഒരു പാഴ്സൽ ട്രേക്ക് വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ താഴെയാണ്, അതായത് ഈ ബൂട്ട് സ്പേസിൻ്റെ താഴെയാണ് ടയർ വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫുള്ള് ക്ലോസ് ആയിട്ട്